ഇപ്പോൾ ഇലക്ഷനാണല്ലോ, ഇനിയിപ്പോൾ 9-ാം തീയതി ഇലക്ഷനല്ലേ. അപ്പോൾ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വാഹന പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വാഹന പരിശോധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കോതമംഗലത്തു നിന്നും ഒരു 18 വയസ്സുള്ള ഒരു കുട്ടിയിൽ നിന്ന് പിന്നെ ഒരു യുവാവും കൂടെയുണ്ട്. പുള്ളിക്കാരനും ചെറുപ്പക്കാരനാണ്, കൊച്ചു പയ്യനാണ്. രണ്ടുപേരുടെ കയ്യിൽ നിന്നും 37 ഗ്രാം MDMA ഈ വാഹന പരിശോധനയ്ക്കിടയിൽ പിടിക്കാനുള്ള ഇടയുണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെക്കിംഗ് ആണ്, സകല വാഹനങ്ങളും ചെക്ക് ചെയ്യും. അതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ദയവ് ചെയ്ത് യുവാക്കളെ, യുവതികളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ ഭാവി നശിപ്പിക്കരുത്. നിങ്ങൾ കുത്തഴിഞ്ഞ ജീവിതം ജീവിച്ച് ലാസ്റ്റ് നിങ്ങൾ ഒരു നല്ല പ്രായം എത്തുന്നതിന് മുമ്പേ ഒടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത്. 37 ഗ്രാം കഞ്ചാവുമായിട്ട് പിടിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക്, നിങ്ങളുടെ കുടുംബത്തിനുമാണ്. ഈ ലഹരി വസ്തുക്കൾക്കൊക്കെ അടിമയായിട്ട് നിങ്ങളുടെ ജീവിതം വെറുതെ പാഴാക്കരുത്. വാഹന പരിശോധന എന്ന് പറഞ്ഞാൽ അവർക്കിപ്പോൾ മുമ്പത്തെ പോലെയല്ല. ഇലക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മൾ വാഹനങ്ങളുടെ RC ബുക്ക് ചെക്ക് ചെയ്തിട്ടല്ല അവർ വിടുന്നത്, ദേഹപരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ റിസ്ക് എടുത്ത് നിങ്ങളുടെ ജീവിതം പാഴാക്കുന്ന രീതിയിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഈ പറയുന്ന ലഹരി വസ്തുക്കളൊക്കെ ആയിട്ട് ഈ ചെറു പ്രായത്തിൽ തന്നെ കുടുങ്ങുന്ന ഒരവസ്ഥ നിങ്ങൾക്കില്ലേ? നിങ്ങളുടെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളൊക്കെ ഇല്ലേ? അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? അവർക്ക് ആ നാലാളെ ഫേസ് ചെയ്യണ്ടേ? അവർക്ക് ബന്ധങ്ങൾക്കിടയിലും ബന്ധുക്കാരുടെ ഇടയിലൊക്കെ പോകണ്ടേ? എന്തിനു വേണ്ടിയിട്ട് ഇത്ര ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയും അത് കൈവശം വെക്കുകയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവി കൊണ്ട് തുലയ്ക്കണം? ഇത് പറഞ്ഞാൽ ഇത് ഇന്നത്തെ തലമുറ, ഞാൻ എനിക്ക് ഇതിനകത്ത് പറയുമ്പോഴേ നമ്മൾ പഴയ തലമുറയാണ്. ഇന്നത്തെ തലമുറയെ അപേക്ഷിച്ച് പഴയ തലമുറയാണ്. പക്ഷെ നമ്മളുടെയൊക്കെ ഒരു കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ ഇത്രയും മോശമായിട്ടില്ല. ഉള്ള കാര്യം പറയാമല്ലോ. മദ്യപാനം നമ്മളൊക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ 22 വയസ്സ് മുതലാണ് മദ്യപിക്കാൻ തുടങ്ങിയത്. എന്നാൽ അത് കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ അത് തെറ്റാണ് എന്ന് തിരിച്ചറിവ് തോന്നിയ ഒരു നിമിഷം ഞാനത് നിർത്തി. എൻ്റെ ജീവിതത്തിൽ ലഹരി വസ്തുക്കളെന്ന് പറയുന്ന സാധന ഉപയോഗം ഞാൻ നിർത്തി. കഴിഞ്ഞ തലമുറയോട് ചോദിച്ചാൽ അറിയാം. പട്ടച്ചാരായം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം, AK ആൻ്റണി ഭരിച്ചിരുന്ന കാലത്ത് 91-ലല്ലേ, 94 പട്ടച്ചാരായം നിർത്തിയതാണ് അല്ലേ. വലിയ അടിയായി പോയി, അത് വേറെ. കാരണം അതിൻ്റെ പേരിൽ ഇപ്പോൾ മുതലെടുത്ത് ഇപ്പോൾ ബീവറേജിൽ ചെന്ന് ക്യൂ നിന്ന് പിന്നെ ഈ പട്ടച്ചാരായം തന്നെ പല കളറിലാക്കിയിട്ട് 10 വിലയ്ക്ക് മേടിച്ച് കയറേണ്ട അവസ്ഥയാണ്. അത് തെറ്റാണ്, അത് പോട്ടെ, അത് എട്ടിൻ്റെ പണിയുമാണ്. മനസ്സിലായി? ചക്കിന് വെച്ചത് കൊക്കിനുണ്ടെന്ന് പറഞ്ഞാൽ മതിയല്ല. പട്ടച്ചാരായം നിർത്തിയത് കുടുംബങ്ങളെ രക്ഷിക്കാനാണെങ്കിൽ കുടുംബത്തുള്ള കാശ് എടുത്തുകൊണ്ട് പോയിട്ട് കുടുംബങ്ങളെ അധപ്പതിപ്പിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് പിന്നീട് അത് മാറിയത്. ഇപ്പോൾ കാശുമില്ല, മറ്റേത് കാശെങ്കിലും വീട്ടിലിരിക്കുമായിരുന്നു. കാരണം പട്ടച്ചാരായം എന്ന് പറഞ്ഞാൽ അതിന് നിസ്സാര പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചാരായം കിട്ടും. അത് മേടിച്ച് അടിച്ചു കഴിഞ്ഞാൽ ബോധം കിട്ടി എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കാമായിരുന്നു. ഇന്ന് ഈ പറയുന്ന 1000 രൂപ കൊടുത്ത് മദ്യം മേടിച്ച് വെച്ച് അടിച്ച് ഫിറ്റായിട്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. 1000 രൂപ കൊടുത്തൊരു കുപ്പി മേടിച്ച് കഴിഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ ഒന്നും ആകത്തില്ല. പിന്നെയും പോയിട്ട് പൈസ കടം മേടിച്ചിട്ട് വന്ന് വീട്ടിലിരിക്കണ കാശ് എടുത്തുകൊണ്ട് പോയിട്ടാണ് മേടിച്ച് കുടിച്ച ആളുകൾ അല്ലേ. അപ്പോൾ അത് ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ദ്രോഹം തന്നെയായിരുന്നു. പോട്ടെ, എങ്കിലും ഈ പറയുന്ന പോലെ MDMAയും ഇതുപോലുള്ള മാരകമായ ലഹരി വസ്തുക്കളും ഒന്നും ആ കാലഘട്ടത്തിലെ തലമുറ ഉപയോഗിച്ചിട്ടില്ല. കഞ്ചാവ് കഴിക്കുമെന്നല്ല, കഞ്ചാവ് വലിക്കുമായിരുന്നു. കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരുപാട് പേര് നമുക്കറിയാം, ആ തലമുറയിൽപ്പെട്ടവരുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഭൂരിഭാഗം പേര്, സത്യസന്ധമായിട്ട് ഞാൻ പറയാമല്ലോ, എനിക്കറിയാവുന്ന പലരും മെൻ്റലി പ്രോബ്ലം ആയിട്ട് മാറിയിട്ടില്ലേ ഉള്ളൂ. തലക്ക് സ്ഥിരതയില്ലാതെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിട്ടേ ഉള്ളൂ. അത് കാരണം സ്ഥിരം ഇത് നിത്യമായ ഉപയോഗം തന്നെയാണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം. ഇതൊന്നും പിന്നെ ഒരിക്കലും ആരോഗ്യം നൽകുന്നതല്ല ഈ ലഹരി വസ്തുക്കൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ലഹരി വസ്തുക്കളൊന്നും അല്ല ഇന്നത്തെ തലമുറയിലുള്ള ആളുകൾ ഉപയോഗിക്കുന്നത്. MDMA പോലുള്ള ലഹരി വസ്തുക്കളെന്ന് പറഞ്ഞാൽ ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അഡിക്റ്റ് ആണെന്നുള്ളതാണ്. ഒരു തവണ ഈ സാധനം ഉപയോഗിച്ചാൽ പിന്നെ അതിന് അഡിക്റ്റായി. മറ്റുള്ള വസ്തുക്കൾ അങ്ങനെയല്ല. ഒരു മദ്യപാനം എന്ന് പറഞ്ഞാൽ ഒരു തവണ ഉപയോഗിച്ചാൽ അതിന് അഡിക്റ്റ് ആവില്ല എന്ന് കരുതി മദ്യത്തെ പ്രൊമോട്ട് ചെയ്യല്ല. മദ്യം തെറ്റ് തന്നെയാണ്, ആരോഗ്യം നശിപ്പിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷേ MDMA പോലുള്ള ഈ രാസവസ്തുക്കൾ, ഈ പറയുന്ന ലഹരി വസ്തുക്കളൊക്കെ ഒരു തവണ ഉപയോഗിച്ചാൽ പിന്നെ അയാൾ ആ ഉപയോഗിച്ച വ്യക്തി അതിന് അഡിക്റ്റാണ്. അപ്പോൾ ദയവ് ചെയ്ത് തലമുറ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ തലമുറയോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ദയവ് ചെയ്ത് ഇത്രയും മാരകമായ ലഹരി വസ്തുക്കളിലേക്ക് പോകരുത്, വഴി വീടരുത്. പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പോക്കാണ്, പിടിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം പോക്കാണ്. നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതം പോക്കാണ്. നിങ്ങൾ ഇതുമായിട്ട് നിങ്ങളെ പിടിച്ചാലും നിങ്ങളുടെ ജീവിതം പോക്കാണ്. സമൂഹത്തിൽ നിങ്ങൾ നാണക്കേട്. നിങ്ങൾക്കതിപ്പോൾ തോന്നത്തില്ല, കുറേ നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഇന്നല്ലെങ്കിൽ എന്നായാലും ഒരു കുടുംബജീവിതം, അല്ലെങ്കിൽ ഒരു ജീവിത പങ്കാളി, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമൂഹമായിട്ട് ഒരു മാന്യമായ രീതിയിൽ ഇടപഴകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷേ അന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ വേദന നിങ്ങൾക്ക് തരുന്ന ഒരു ഓർമ്മ, അല്ലെങ്കിൽ നിങ്ങളെ അപമാനിക്കുന്ന നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കും.
അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ, ഏറ്റവും നല്ല പ്രായങ്ങൾ ഈ പറയുന്ന ലഹരി വസ്തുക്കൾ കടത്താനും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുമായിട്ട് നിങ്ങൾ എന്താ പറയുക നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വിവേകത്തോടെ പെരുമാറുക. ഇപ്പോൾ ഇലക്ഷനാണ്, ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ റോഡിൽ മുഴുവൻ ചെക്കിംഗ് ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ടാവും, മറ്റ് എൻഫോഴ്സ്മെൻറ്റ് അറിയാം ED ഉണ്ടാവും, അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് യുവാക്കളെ യുവതികളെ എനിക്ക് പറയാനുള്ള ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദയവ് ചെയ്ത് അഭിവേകം കാണിക്കരുത്. നിങ്ങൾക്ക് മാന്യമായ എന്ത് സാധനവും വാഹനത്തിൽ കൊണ്ടുപോകാം, പക്ഷേ ലഹരി വസ്തുക്കൾ നിങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോയി പിടിച്ചാൽ നിങ്ങളുടെ ജീവിതം തൊലഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ ആ പ്രവണതയിലേക്ക് പോകരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് പ്രയോറിറ്റി കൊടുക്കുക, നിങ്ങളുടെ ഭാവിക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുക. ഇത്ര നേരത്തേക്ക് നിങ്ങൾക്ക് സുഖം തരുന്ന ലഹരി വസ്തുക്കൾ ഉപേക്ഷിച്ചിട്ട് ആ വക സാധനങ്ങൾ വാഹനത്തിലോ നിങ്ങളുടെ ദേഹത്തോ വെക്കാതിരിക്കുക. നിങ്ങളാക്കിയ നിങ്ങളുടെ മാതാപിതാക്കന്മാർ, നിങ്ങളുടെ കുടുംബാംഗങ്ങളും അവർക്ക് നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടത് തീരാത്ത ഒരു നൊമ്പരവോ അല്ലെങ്കിൽ അവർക്ക് ഒരു അപമാനമോ അല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ കാണാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെങ്കിലും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത, എപ്പോഴെങ്കിലും ഉപയോഗിക്കണമെന്ന് തോന്നലുമായിട്ട് നടക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ദയവ് ചെയ്ത് അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലോ കടത്താൻ ശ്രമിക്കുകയോ ചെയ്താൽ പിടിവീഴും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഇത് കടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ആരെങ്കിലും നിങ്ങൾ സക്സസ് ആയിട്ട് ഇത് എവിടെയെങ്കിലും എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമയം, ഭാഗ്യം മാത്രമാണ്. എന്നും ഭാഗ്യം തുണക്കത്തില്ല. പിടിച്ചാൽ നല്ല ഇടിയും കിട്ടും, അകത്ത് പോവും, ഭാവി പോവും. ഓക്കെ, അതുകൊണ്ട് മനസ്സിലായിക്കോ. എടുത്തുചാട്ടവും വിവരക്കേടും നല്ലതല്ല. ലഹരി വസ്തുക്കൾ ദേഹത്തും വാഹനത്തിലും കൊണ്ട് നടക്കാതിരിക്കുക, ഉപയോഗിക്കാതിരിക്കുക. ഓക്കെ.